ഒറ്റക്ക് വരൂല. പിന്നെ പുതിയാപ്പളിന്റെ ചങ്ങായിമാർ എത്ര 10-40 ചങ്ങായിമാർ ബാല്യക്കാർ ഒക്കത്ത് കൊണ്ടുവരാം. എന്നിട്ട് രാത്രി സമയത്ത് പുതിയാപ്പള്ളിനെ കൊണ്ടൊരു ജോളിയായിട്ട് ഇടത്തേക്ക് പോവുക. എന്നിട്ട് പുതിനാട്ടിലെ മരക്കാർ ഇങ്ങനെ കാക്ക. രാത്രി 12 ഗണ്ടായി 2 ഗണ്ടായി പുതിയാപ്പള വന്നിട്ട് എവിടെയും കാണുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. അപ്പൊ മരക്കാർ പറഞ്ഞു ഇവിടുന്ന് 9 ഗണ്ടയ്ക്ക് തന്നെ പോയി. ബാല്യക്കാരെ കൊണ്ടുപോയി. ബാല്യക്കാർ എവിടെ കൊണ്ടുപോയി? ഒരു ജോളി. എടാ, ഇസ്ലാമിൽ അങ്ങനെ ഒരു ജോലിന്റെ തോന്നിമാസത്തിന്റെ ജോലി. മുസ്ലിമായ നിന്റെ ജോലിക്ക് പരിധിയില്ലടോ. നിനക്ക് ഏതോ ക്രിസ്ത്യാനികൾ, ഏതോ ഇസ്രായേലി, ഏതോ ഇംഗ്ലീഷുകാരനാക്കുന്ന ജോലി നിനക്കാക്കാൻ പറ്റുമോ? നിനക്ക് പടച്ചുറപ്പില്ലേ? നിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളില്ലേ? നിനക്ക് ജോലിയാക്കി രാത്രി 2 മണി വരെ പുതിയാപ്പളയില്ല. എന്നിട്ട് രാത്രി 2 മണിക്ക് കൊണ്ടുവന്നിട്ട് ഗേറ്റിന്റെ പുറത്ത് നിർത്തിയിട്ട് പെണ്ണിന്റെ പരക്കാരോട് പൈസ കൊണ്ട 25,000 കൊണ്ട 10,000 കൊണ്ട അവസാനം 5,000 രൂപ കൊണ്ട എന്ന് പറഞ്ഞു ചോദിക്കുന്നു. ഒരു മംഗളത്തിന്റെ വർക്കാർ ഇതേ നമ്മളെ നാട്ടിൽ നക്കതിക്ക് സംസാരിക്കുന്ന ആൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എനിക്കെന്തെങ്കിലും ഒരു പരിഹാരാക്കറു. നന്റെ മോക്ക് മംഗലം കഴിയുമ്പോ നാണ് കടം വാങ്ങി കഷ്ടം വന്ന് കൈനീട്ടി എറിഞ്ഞിട്ട് മംഗലാക്കി ജാവും 2 ഗണ്ടയോളം പുതിയാപ്പളയില്ല. 2 ഗണ്ടയ്ക്ക് ഒരു 10-30 ബാല്യക്കാർ കാണുമ്പോൾ പേടിയാൽ അങ്ങനത്തെ ഓർ കൊണ്ടുവന്നു. വന്നിട്ട് എന്റെ പുറത്ത് നിർത്തിയിട്ട് ഗേറ്റിന്റെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, കാസ് എന്റെ കയ്യിൽ കാസില്ല, ഞാൻ കടം വാങ്ങിയിട്ട് മകളാക്കിയത്. ഞാൻ എന്റെ പുരയിൽ പെഞ്ഞായിനെ മുട്ട കേട്ടു നോക്കുമ്പോ പെഞ്ഞായും കയ്യിലില്ലാന്ന് പറഞ്ഞ് കരഞ്ഞു. അവസാനം ഞാൻ പോയിട്ട് പറഞ്ഞു കാസില്ലാന്ന് കരഞ്ഞപ്പോ പറഞ്ഞു പുതിയാപ്പളിനെ തരൂല എന്ന് പറഞ്ഞപ്പോ നമ്മ ബേജാറായി. പുതിനാട്ടി പെണ്ണവിടെ കരഞ്ഞ് മരിച്ച പോലെ കിടക്കുന്നു. പൊരയിലൊക്കെ കണ്ണോക്ക് മരിച്ച പോലെ ഞങ്ങളെ പോര. ഒരു മംഗളത്തിന്റെ പൊരുന്നെ ബാല്യക്കാരാ, നീ ജോലിന്റെ പേരിൽ ഈ തോന്നിവാസം ചെയ്താല്, അവിടെ നിന്ന് നീ കാശ് വാങ്ങിയിട്ട് തിന്നാല് നിന്റെ പള്ളിയും നിന്റെ കുടലൊക്കെ ക്യാൻസർ വന്ന് മാറി ചത്തുപോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, രക്ഷപ്പെടുത്തി തരട്ടെ. ഇതുവരെ അറിയാണ്ട് വാങ്ങി തിന്നവരാരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. ഇനി ദേലാല പരിപാടിക്ക് ഞങ്ങളെ മക്കൾ പ്രൗല റഹ്മാനെ നീ രക്ഷപ്പെടുത്തണം. നോക്കണം നിങ്ങൾ. എന്നിട്ട് ആ പൊരയിൽ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ പുതിയാപ്പളിന് ഓർ കരുന്നില്ല. ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളെ കാല് പിടിച്ചതാ. ഇല്ല, പൈസ കൊണ്ടാ. അവസാനം ഞാൻ എന്റെ ഭാര്യയോട് പെഞ്ഞായോട് പോയിട്ട് പറഞ്ഞു, എന്റെ ഭാര്യന്റെ മുട്ട, എന്റെ മോളെ മുട്ട ബന്നാൾമാർ സംബന്ധക്കാർ തെല്ല് കാശ് കൊടുത്തിട്ടുണ്ടായിനി. അതിനെല്ലാം കൂടി പെറുക്കി എടുത്തിട്ട് 5,000 ആക്കിയിട്ട് എന്റെ കയ്യിൽ തരുമ്പോ എന്റെ പെഞ്ഞായി അവള് ബേജാറായിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ഇത് തിന്നാനൊക്കെ ഹലാക്കായിട്ട് ക്യാൻസർ വന്നിട്ട് ചത്തുപോട്ടെ എന്നെന്റെ ഭാര്യ പറഞ്ഞിട്ടാണ് കാശ് തന്നത്. ആ കാശ് കൊണ്ടുപോയിട്ട് ഞാൻ ഇവർക്ക് കൊടുത്തപ്പോൾ അവർ പുതിയാപ്പളിനെ കൊണ്ടുവന്നു. ഈ സമ്പ്രദായം കണ്ണങ്കാറിലുണ്ടോ? പരിസരത്തുണ്ടോ? മുസ്ലിം മക്കളെ, ഇത് അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ കൊല്ലുകയാണ്. പച്ച ഹറാമ് നിങ്ങൾ തിന്നുകയാണ്. ഇവിടെ നാശം വരാൻ, ഹലാക്ക് വരാൻ, ഈ നാട് തന്നെ നമ്മുടെ നാടുകൾ നശിക്കാൻ ഇത്തരം തോന്നിവാസങ്ങൾ മതി. ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന യുഊദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഇടങ്ങാറാക്കുന്നവർ, ദീനിനെ ഇടങ്ങാറാക്കുന്നവർ ലഅനഹുമുല്ലാഹ്, അല്ലാഹു അവർ ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുന്നു. നിങ്ങളോട് പറഞ്ഞു വന്നത്, അങ്ങനെ കാശ് വാങ്ങിയിട്ട് പുതിയാപ്പള്ളം കൊണ്ടുപോയി പൊരന്റെ ഉള്ളിലേക്ക് എത്തി. ബെഡ്റൂമിലേക്ക് എല്ലാവരും പോകുന്നു. എങ്ങനെടാ നീ മറ്റൊരു പുരക്ക് കയറുന്നത്? എടാ, ഒരു പുരക്ക് കയറണമെങ്കിൽ അവരെ സമ്മതം ഇല്ലാണ്ട് കയറൽ ഹറാമല്ലേ? നീ മുസ്ലിമല്ലടോ. ഞാൻ ആ പാർട്ടി, നീ മാട് പാർട്ടി, എന്ത് മണ്ണ് ഹലാക്കിന്റെ പാർട്ടി വേണമെങ്കിൽ അത് ഇസ്ലാമിന്റെ ഒരു പാരമ്പര്യം നമുക്കില്ലേ? എന്ത് പാർട്ടി വേണമെങ്കിലും ആയിക്കോ, എന്ത് സംഘ സമസ്തമാണെന്ന് നീ ആയിക്കോ. പക്ഷെ ഇസ്ലാമിനൊരു മുസ്ലിങ്ങൾക്ക് ഒരു പാരമ്പര്യമില്ലേ? ഇവരെല്ലാവരും പോയി ബെഡ്റൂം പോയിട്ട് എന്താ പണി? പച്ച പിരാന്തന്മാരെ പണി. കങ്കനാടിയിൽ കൊണ്ടുപോയിട്ട് ചങ്ങല ഇട്ടിട്ട് കെട്ടുന്നോണ്ട പണിയെടുക്കും. ആ ബെഡെല്ലാം മുറിക്കാം.